my legs. You don't have any right. അങ്ങനെ അസ്വസ്ഥനാവുന്നത് ആലക്കുഴയിൽ വാരാൻ കൊടുത്ത ആരാ കരിമണൽ കൊണ്ടുപോകുന്നത്? ഞാൻ ആവർത്തിച്ചു പറയുന്നു, വാക്കുമാറില്ല, യു ടേൺ ഇല്ല, ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. പാവപ്പെട്ട ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം കൊടുക്കുക, 4-5 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി പാവപ്പെട്ടവന്റെ തലയിൽ വെക്കുക. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് മേടിച്ചിരുന്ന വൈദ്യുതി ഇപ്പൊ മേടിക്കുന്നത് എത്രയ്ക്കാ? വേറൊന്നും പറഞ്ഞിട്ടില്ല സാറേ, പറയുന്നതിനേക്കാൾ നല്ല പ്രവർത്തിക്കാനാ. നിയമസഭയിൽ വി.ഡി. സതീശൻ നടത്തിയ പ്രകടനം അദ്ദേഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. KSRTCയെയും സപ്ലൈകോയെയും സ്വയം പര്യാപ്തമാക്കുമെന്ന് പറഞ്ഞ സതീശൻ KSEBയെ അപകടത്തിലാക്കിയതിനും പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെച്ചതിനും ഇടതു സർക്കാരിനെ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. കരിമണൽ ആരാണ് കൊണ്ടുപോയതെന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് രോഷത്തോടെ പറഞ്ഞ വി.ഡി. സതീശനെ എതിർക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല. ഒടുവിൽ ഇത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന് കണ്ടപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിൽ ഒരൊറ്റ ഇംഗ്ലീഷ് ഡയലോഗ് കൊണ്ടാണ് സതീശൻ പിടിച്ചിരുത്തിയത്. വീഡിയോ കാണാം. ഞാനിവിടെ പറഞ്ഞു സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു മൊത്തം. സർ, ഈ ബജറ്റിൽ എവിടെയെങ്കിലും കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം പൊതുരംഗവും സ്വകാര്യവൽക്കരിക്കുന്നതിനെ കുറിച്ചൊരു വാചകമുണ്ടോ? സർ, എന്ത് ആഘോഷമാണ് ഇത്! പ്രൈവറ്റൈസ് ചെയ്യാൻ പോയാൽ സർ, ഒരു സ്ഥാപനവും പ്രൈവറ്റൈസ് ചെയ്യില്ല. ഒരു സ്ഥാപനവും. എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ബജറ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പുറത്ത് ചർച്ച. സമൂഹ മാധ്യമങ്ങളിലും ഒരു വാചകം ഈ ബജറ്റിലില്ല. സർ, ഞങ്ങൾക്ക് കൃത്യമായ നയമുണ്ട് ഇക്കാര്യത്തിൽ. ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ പോകുന്നവരല്ല. നിങ്ങൾ നോക്കിക്കോ, KSRTC 3000 കോടി നിങ്ങൾ കൊടുക്കാനുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഞങ്ങൾ മാറ്റം വരുത്തും. KSRTCയെ സ്വയം പര്യാപ്തമാക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒന്നും പറഞ്ഞില്ല എന്നിവിടെ ആരോ പറഞ്ഞു സപ്ലൈകോയെ പറ്റി. ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല സാറേ, പറയുന്നതിനേക്കാൾ നല്ല പ്രവർത്തിക്കാനാ. അതിലൊരു വാചകമുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ സംഭരണം നടത്തും സപ്ലൈകോ, ലാഭമുണ്ടാക്കും. സർക്കാർ സബ്സിഡി കൊടുക്കാതെ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ഞങ്ങൾ സ്വയം പര്യാപ്തമാക്കും. സാർ, വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി ഒന്നും നോക്കാതെ എല്ലാ വർഷവും കൊടുക്കലല്ല ഈ ഗവൺമെന്റിന്റെ ജോലി. കൃത്യമായ പരിപാടികളും പദ്ധതികളും ഇട്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തമാക്കണം, ലാഭകരമാക്കണം. അതാണ് ഇതുവരെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയ്യാത്ത സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. വലിയ സ്വകാര്യ സംരംഭങ്ങൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യും, ലാഭമുണ്ടാക്കും, സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കും. അല്ലാതെ അത് സപ്ലൈകോ അടച്ചുപൂട്ടുമല്ല, KSRT അടച്ചുപൂട്ടുമല്ല. KSEB ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു, ഇപ്പൊ എത്ര 1000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി മേടിക്കാൻ 25 വർഷത്തേക്ക് കരാറുണ്ടാക്കി ഇറങ്ങിപ്പോയതാ ഉമ്മൻചാണ്ടി സർക്കാർ. 7 വർഷം നിങ്ങൾ വാങ്ങിച്ചു, 1 വർഷം ഞങ്ങൾ വാങ്ങിച്ചു. ഒരു സുപ്രഭാതത്തിൽ ആ കരാർ റദ്ദായി. അഴിമതിയാണ്. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് മേടിച്ചിരുന്ന വൈദ്യുതി ഇപ്പൊ മേടിക്കുന്നത് എത്രയ്ക്കാ? കരാർ റദ്ദാക്കിയിട്ട് 8 രൂപയ്ക്കും 14 രൂപയ്ക്കും. കോടികളാണ് ഒരു ദിവസം KSEBയുടെ നഷ്ടം. നയമാണത്രേ, പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നയം. കോടികൾ, 10,000 കോടി രൂപയുടെ നഷ്ടം. പാവപ്പെട്ട ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം കൊടുക്കുക, 4-5 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി പാവപ്പെട്ടവന്റെ തലയിൽ വെക്കുക. അതല്ല സാർ ഈ സർക്കാരിന്റെ നയം. ആ വൈദ്യുതി ബോർഡിനെ ഞങ്ങൾ ലാഭത്തിലാക്കും. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ വൈദ്യുതി ബോർഡിനെ ഞങ്ങൾ ലാഭത്തിലാക്കും. ജനങ്ങളുടെ ഞങ്ങളന്ന് 22 പൈസ കുറച്ചു കൊടുത്തു ഒരു യൂണിറ്റിന്. ആര്യാട് സാർ മന്ത്രിയായിരിക്കുമ്പോൾ, മനസ്സിലായില്ലേ? അതിനെ ഞങ്ങൾ നവീകരിക്കാൻ പൂട്ടുകയല്ല, അതിനെ എഫിഷ്യന്റ് ആക്കും. അതാണ് ഞങ്ങളുടെ സമീപനം. ഒരു സ്വകാര്യ സ്ഥാപനവും പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള വലിയൊരു ആരോപണം എന്താ? ഇതാ കരിമണൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. സാർ, ഈ ബജറ്റിൽ എവിടെയാണ് സാർ കരിമണൽ സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? സാർ, സദേൺ എക്കണോമിക് കോറിഡോറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായൊരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ കേരളത്തിന്റെ
രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്തെത്തിക്കുമെന്ന്. എവിടെയെങ്കിലും ഞങ്ങള് പ്രൈവറ്റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്തതാണ് കഥകൾ, ഇല്ലാ കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കുക കരിമണൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞ വാചകം ഇവിടെ കോട്ട് ചെയ്തു ഇല്ലേ? ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി കരിമണലിനെ കുറിച്ചുള്ള പോളിസിയെ കുറിച്ച് പറഞ്ഞ വാചകം 2024 പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു പറയുന്നു. വാക്കുമാറില്ല, യു ടേൺ ഇല്ല, ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. എന്താണ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സംയുക്തമായി ഒരുമിച്ച്. ആരൊക്കെയാണ് അതിൽ പങ്കാളികൾ? കൺസോർഷ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം കോൾ ഇന്ത്യ ലിമിറ്റഡ്, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം KMML, കേരളത്തിന്റെ കെൽട്രോൺ, ടൈറ്റാനിയം ആൻഡ് NFTDC കേന്ദ്രത്തിന്റെ ഈ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു കൺസോർഷ്യം. അവിടെ ഒരു പ്രൈവറ്റൈസേഷനും ഇല്ല, മൈനിങ് ഇല്ല സർ, മൈനിങ് ഇല്ല. ഈ മെറ്റീരിയൽസ് വാല്യൂ അഡീഷൻ ആണ്, വാല്യൂ അഡീഷൻ. ആ വാല്യൂ അഡീഷൻ ചെയ്താൽ ആയിരക്കണക്കിന് കോടി രൂപ കിട്ടും. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി കൂടി അനുസരിച്ച് ആ ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ ഞങ്ങൾ ഉണ്ടാക്കും. എല്ലാം കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ. സർ, കഥയുണ്ടാക്കാം. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണ്, ഇല്ലാത്ത കഥകൾ. ഒരു വാചകം ഈ ബജറ്റിലില്ല, ഒരു വാചകം. എന്നിട്ട് പറയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായി, നയം യു ടേണായി, കരിമണൽ ഇതാ കംപ്ലീറ്റ് സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. ആലപ്പുഴയിൽ പ്രശ്നമാണ്. ആലപ്പുഴയിൽ വാരാൻ കൊടുത്ത ആരാ കരിമണൽ കൊണ്ടുപോകുന്നത്? ആരാ കൊണ്ടുപോകുന്നത് ആ കരിമണൽ? എന്നെ കൊണ്ട് പറയിക്കല്ലേ. ഇതാണ് ഞങ്ങളുടെ നയം, സാർ. ഞങ്ങളുടേത് ഞാൻ പറഞ്ഞല്ലോ, കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ആരും അഭിരമിക്കണ്ട. ആ കേരള മോഡൽ സ്റ്റാഗ്നന്റ് ആണ്, മന്ദിച്ചിരിക്കുകയാണ്, ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നവീകരിക്കണം. ഒരു നിയോ കേരള മോഡൽ ഉണ്ടാക്കണം. ആ നിയോ കേരള മോഡൽ എന്താണ്? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം, പ്രൊഡക്ടിവിറ്റി കൂട്ടണം, നിക്ഷേപം ആകർഷിക്കണം, വ്യവസായ സേവന മേഖലകളെ ശക്തിപ്പെടുത്തണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വളർച്ച, കേരളത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും അതിൽ പൊതുസേവനം നടത്താക്കുകയും ചെയ്തു. നിങ്ങൾ പിന്നെ സ്ഥിരം കുറേ വാക്കുകളുണ്ട്. നവ ലിബറൽ നയം സ്ഥിരമാണ്. എത്ര കൊല്ലമായി നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്? ആ മൻമോഹൻ സിംഗ് എക്കണോമിക് റീഫോംസ് അവതരിപ്പിച്ചു. എക്കണോമിക് റീഫോംസ് അവതരിപ്പിച്ചപ്പോൾ കംപ്ലീറ്റ് നവ ലിബറൽ നിയമം. സാർ, എന്താ ചെയ്തത് അദ്ദേഹം? അന്ന് റിസർവ് ബാങ്കിലെ സ്വർണ്ണക്കട്ടി കൊണ്ട് അന്നത്തെ ഗവൺമെന്റ് ലണ്ടനിൽ കൊണ്ട് പണയപ്പെടുത്തി. ഇപ്പൊ കേരള ഗവൺമെന്റ് ആക്കി വെച്ചിരിക്കുന്ന സ്ഥിതിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. അപ്പൊ എന്താ ചെയ്തത്? എക്കണോമിക് റീഫോംസ് കൊണ്ടുവന്നു. അതിൽ ആക്ടിവിറ്റി ഉണ്ടായി, ഖജനാവ് നിറഞ്ഞു, എക്സൈസ് ഡ്യൂട്ടി കൂടി, ടാക്സ് കൂടി, ഇൻകം ടാക്സ് കൂടി. കാരണം ആക്ടിവിറ്റി ഉണ്ടാവുമ്പോൾ ഖജനാവ് നിറയും. എന്നിട്ട് പറഞ്ഞു നെഹ്റുവിൽ നിന്ന് വ്യതിചലിച്ചില്ല സാർ. ഉണ്ടായ പണം എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. ഉണ്ടായ പണം, ഇറ്റ് വാസ് ആൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ പാവപ്പെട്ട സ്ത്രീകൾക്കാണ് പണം പോയത്. നരേഗ ഉണ്ടാക്കി ഇല്ലേ, പാവപ്പെട്ടവന്റെ വീട്ടിൽ. ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ ആശുപത്രികൾ ഉണ്ടാക്കാൻ NRHM കൊണ്ടുവന്നു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന് ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ, വിവിധ വില്ലേജുകളിൽ സ്കൂളുകൾ ഉണ്ടാക്കി, അധ്യാപകരെ നിയമിച്ചു. പണം ലെറ്റ് മീ കംപ്ലീറ്റ് ഞാൻ തരാം. ഇതെല്ലാം അവതരിപ്പിച്ചു. അല്ല, ഇത് ശല്യപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾക്ക് എന്നിട്ട്. അപ്പൊ അത് അവതരിപ്പിച്ചതിന് ശേഷം ആ പണം, അതാണ് അതേ നയമാണ് ഈ ഗവൺമെന്റിന്. അങ്ങ് ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് പോളിസി ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് അങ്ങെന്തിനാ അസ്വസ്ഥരാവുന്നത്? അങ്ങിരിക്കും. ഞാൻ അങ്ങക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. ഞാൻ എന്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം.
അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങായിരിക്കോ? ഞാൻ വഴങ്ങ, അങ്ങ് പ്രക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. You don't have any right